കോളേജിന് നാക്കിൻ്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. ഒരു വിദ്യാർത്ഥിയുടെ മാത്രം പരാജയത്തെ തുടർന്ന് SSLC പരീക്ഷയിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് നഷ്ടമായത് 100 മേനി വിജയം. 3647 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 3646 പേരും വിജയിച്ചു. 397 കുട്ടികൾ പരീക്ഷ എഴുതിയ വീട്ടൂർ എബനേസർ സ്കൂളിലാണ് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത്. ഒരു വിദ്യാർത്ഥിയുടെ തോൽവി മൂലം SSLC പരീക്ഷയിൽ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് നഷ്ടമായത് 100 മേനി. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ തോൽവിയാണ് ഇക്കുറി 100 മേനി വിജയം നഷ്ടമാക്കാനിടയാക്കിയത്. കഴിഞ്ഞ വർഷം 100 മേനി വിജയം കൊയ്ത മൂവാറ്റുപുഴ ഈ വർഷവും അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. വിദ്യാഭ്യാസ ജില്ലയിലെ പിറവം, കൂത്താട്ടുകുളം, മൂവാറ്റുപുഴ, കല്ലൂർക്കാട് എന്നീ ഉപജില്ലകളിലെ 53 വിദ്യാലയങ്ങളിലും എയ്ഡഡ്, സർക്കാർ ഭേദമില്ലാതെ പരീക്ഷ എഴുതിയ 3647 വിദ്യാർത്ഥികളിൽ 3646 പേരും ജയിച്ചു. വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 397 കുട്ടികൾ പരീക്ഷ എഴുതി. ഓരോ വിദ്യാർത്ഥികൾ വീതമുള്ള മൂവാറ്റുപുഴ, ശിവൻകുന്ന്, NSS സ്കൂളുകളാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വിദ്യാലയങ്ങൾ. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ ഈ വർഷം 3646 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. 100% വിജയം പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ എവിടെയോ ഒരു പാളിച്ച പറ്റിയതുകൊണ്ട് ഒരു കുട്ടി തോറ്റിരിക്കുകയാണ്. 3645 കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും പാസ്സായിരിക്കുകയാണ്. 99.97% വിജയം. അതിൽ തന്നെ 880ഓളം കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ A+ കിട്ടിയിരിക്കുന്നത് സെൻറ്റ് ജോസഫ് HS പിറവമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരിക്കുന്നത് വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മുഴുവൻ കുട്ടികൾ 397 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. മുഴുവൻ കുട്ടികളും വിജയിച്ചിട്ടുണ്ട്. അതിൽ 56 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളുകളിൽ 91 വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി പേഴയ്ക്കാപ്പള്ളി HSS സർക്കാർ സ്കൂളുകളിൽ 1-ാം സ്ഥാനത്തെത്തി. 1864 ആൺകുട്ടികളും 1783 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. 100 മേനി വിജയത്തിൽ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് 2022 കാലിടറിയിരുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.